എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റോൾസ് ലോ. റോൾസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ബീക്കറിൽ സോൾവെന്റ് എടുത്തിട്ടുണ്ട്. സോൾവെന്റ് 1 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ വാട്ടർ ആണ് ഇവിടെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിച്ചത്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ വാട്ടർ. ഇനി നമ്മൾ സൊല്യൂട്ട് ഇടുമ്പോൾ അത് 2 എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഈ വാട്ടർ എന്നുള്ള സോൾവെന്റ് ഈ ബീക്കറിലുണ്ട്. ധാരാളം വാട്ടർ മോളിക്യൂൾസ് ഇതിലുണ്ട്. ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രത്യേക കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വാട്ടർ വേപ്പർ അതിന് മുകളിൽ ഫോം ചെയ്യും. അതായത് എല്ലാ ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സാണ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. അപ്പോൾ വാട്ടർ വേപ്പർ ഇതിന് മുകളിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഈ വാട്ടർ വേപ്പർ കുറച്ച് കണ്ടൻസേഷൻ വഴി തിരിച്ച് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ലിക്വിഡ് മോളിക്യൂൾസ് ആയിട്ട് മാറും. അതേസമയം അതിനൊപ്പം തന്നെ വാട്ടർ മോളിക്യൂൾസ് ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് തിരിച്ച് വേപ്പർ സ്റ്റേറ്റിലേക്കും പോകുന്നുണ്ടാവും. അതായത് കണ്ടൻസേഷനും ഇവാപ്പറേഷനും ഒരേ സമയം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഈക്വിലിബ്രിയത്തിലേക്ക് എത്തും. അപ്പോൾ ഒരു ഈക്വിലിബ്രിയത്തിലെത്തി. ഈ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ അത് ഈക്വിലിബ്രിയത്തിലേക്ക് എത്തി. ഈ രണ്ട് പ്രോസസ്സും ആ ഈക്വിലിബ്രിയം എത്തിയതിന് ശേഷം ഇവിടെ കുറച്ച് വേപ്പർ ഉണ്ടാവും, വാട്ടർ വേപ്പർ ഉണ്ടാവും. ആ വാട്ടർ വേപ്പർ ഈ ലിക്വിഡിന്റെ അല്ലെങ്കിൽ സോൾവെന്റിന്റെ സർഫസിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, അതാണ് നമ്മൾ പഠിച്ച വേപ്പർ പ്രഷർ. ഇപ്പൊ വേപ്പർ പ്രഷർ ഓഫ് ദിസ് പ്യുവർ സോൾവെന്റ് വാട്ടർ. പ്യുവർ സോൾവെന്റ് വാട്ടർ ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് പ്രഷർ ആയതുകൊണ്ട് പി എന്ന് റെപ്രസെന്റ് ചെയ്തു. ഒരു സോൾവെന്റ് ആണ്, സോൾവെന്റ് നമ്മൾ 1 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 P1 എഴുതി. ഇനി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ, അതായത് പ്യുവർ സൊല്യൂഷൻ ആണ്. ഒരു ഇമ്പ്യൂരിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ അതിൽ സൊല്യൂട്ട് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് പ്യുവർ സോൾവെന്റ് റെപ്രസെന്റ് ചെയ്യാൻ 0 എന്ന് കൊടുത്തു. അപ്പോൾ P1 0. എന്താണ് P1 0? ഇപ്പോൾ ഇവിടെ ഉള്ള പ്രഷർ ഈക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഉള്ള പ്രഷർ P1 0 ആണ്. ഇറ്റ് ഈസ് എ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ് 1 P1 0. അടുത്തായിട്ട് നമുക്ക് ഇവിടത്തിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യാം. സൊല്യൂട്ട് നമ്മൾ 2 എന്നാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സൊല്യൂട്ട് ഈത്തൈൽ ആൽക്കഹോളാണ്. അല്ലെങ്കിൽ എത്തനോളാണ്. എത്തനോൾ എന്നുള്ള സൊല്യൂട്ടിന്റെ പ്രത്യേകത അതൊരു വൊളറ്റൈൽ സൊല്യൂട്ടാണ്. അതായത് സോൾവെന്റ് വൊളറ്റൈൽ ആയിരുന്നു, ഇപ്പൊ സൊല്യൂട്ട് ഇട്ട് കൊടുത്തു, അതും വൊളറ്റൈലാണ്. അതായത് ബാഷ്പ സ്വഭാവമുള്ളതാണ്, അതിന് വേപ്പറൈസ് ചെയ്യാൻ പറ്റും. സൊല്യൂട്ട് ഇട്ടതിന് ശേഷം ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? ഇപ്പോൾ ഇതിലിപ്പോ ഈ എത്തനോളിന്റെ മോളിക്യൂൾസ് ഉണ്ടാവും, വാട്ടറിന്റെ മോളിക്യൂൾസ് ഉണ്ടാവും ഈ സൊല്യൂഷനിൽ. കാരണം ഇതൊരു സൊല്യൂഷൻ ആയി കഴിഞ്ഞു. ഇപ്പൊ സോൾവെന്റ് അല്ല, ഇപ്പോൾ ഇത് സൊല്യൂഷനാണ്. എത്തനോളിന്റെ മോളിക്യൂൾസും ഉണ്ട്, വാട്ടറിന്റെ മോളിക്യൂൾസും ആ ബീക്കറിനകത്തുണ്ട്. ഒരു അതേ ടെമ്പറേച്ചറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും? വാട്ടർ വേപ്പറിന്റെ ഒപ്പം സർഫസിൽ നിന്ന് എഥനോൾ മോളിക്യൂൾസ് കൂടെ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ ഈ വേപ്പറിൽ ഇപ്പോൾ എഥനോളിന്റെ വേപ്പേഴ്സും കൂടി പ്രസന്റ് ആണ്. എഥനോൾ വേപ്പേഴ്സും ഉണ്ട്. ഇപ്പോൾ 2 വേപ്പേഴ്സാണ് ഇപ്പോൾ അതിന് മുകളിലുള്ളത്. വാട്ടർ വേപ്പറും ഉണ്ട്, എഥനോളിന്റെ വേപ്പറും ഉണ്ട്. ഈ 2 വേപ്പറും കൂടി വന്നുകൊണ്ട് നമുക്ക് പ്രഷർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തേ പറ്റുള്ളൂ? പാർഷ്യൽ പ്രഷർ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് 1, പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് 2. ഇപ്പോഴാണ് അപ്പോൾ പാർഷ്യൽ പ്രഷർ ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് വരുമ്പോൾ ടോട്ടൽ പ്രഷർ എന്തായിട്ട് മാറും? പാർഷ്യൽ പ്രഷർ എന്നുള്ള വാക്കിലേക്ക് മാറും. ഇത് ഒരേ സർഫസിലേക്കാണ് 2 വേപ്പറും പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഭാഗികമായിട്ടുള്ള പ്രഷറേ വരുന്നുള്ളൂ. ഇപ്പോൾ P1 ആൻഡ് P2, അതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് 1, പാർഷ്യൽ പ്രഷർ ഓഫ് 2. എന്തുകൊണ്ടാണ് 2 കൂടെ അവിടെ വന്നത്? ഈ ഇട്ട് കൊടുത്ത സൊല്യൂട്ട് കൂടി വൊളറ്റൈൽ ആയതുകൊണ്ട്. ഇനി സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു P2 എന്നുള്ള പ്രഷർ അവിടെ വരില്ല. കാരണം വേപ്പർ ആയാൽ മാത്രമല്ലേ പ്രഷർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് P1 P2 എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് അപ്ലൈ ചെയ്യും. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിരുന്നു. എന്താണ്? ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സർ ഓഫ് നോൺ റിയാക്ടന്റ് ഗ്യാസസ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദ പാർഷ്യൽ പ്രഷേഴ്സ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് ഇതിന് മുകളിലുള്ള ടോട്ടൽ പ്രഷർ ഈ P1-ന്റെയും P2-ന്റെയും തുകയായിരിക്കും, സം ആയിരിക്കും എന്ന് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. അപ്പോൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P total will be equal to P1 plus P2. The partial pressure of component 1 plus partial pressure of component 2 will be the total pressure over the solution.
ഇനി ഇതല്ല നമുക്ക് പഠിക്കാനുള്ളത്, ഇത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി റോൾസ് ലോ ആണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ റോൾസ് ലോ എന്താണ്? ഈ P1 എന്താണ്, P2 എന്താണെന്നുള്ളതാണ് റോൾസ് ലോ. P1 P2 എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അതിനുള്ള എക്സ്പ്രഷൻ, അതാണ് റോൾസ് ലോ പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു റോൾസ് ലോ P1 വിൽ ബി ഈക്വൽ ടു P10 into x1 and P2 will be equal to P20 into x2. എന്താണ് ഇതിന്റെ അർത്ഥം? x1 ഇതാണ് ഇപ്പോൾ പറഞ്ഞ പുതിയ കാര്യം. x1 എന്താണ്? നമ്മൾക്കറിയാം മോൾ ഫ്രാക്ഷൻ അല്ലെ, മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് 1 ദാറ്റ് ഈസ് സോൾവെന്റ്. ഇനി x2 മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് 2. ഇനി P10 കുറച്ച് മുമ്പ് കണ്ടതാണ്, പ്യുവർ സോൾവെന്റ് മാത്രമുള്ളപ്പോഴുള്ള വേപ്പർ പ്രഷർ P10. അപ്പോൾ P20 എന്തായിരിക്കും? ഈത്തൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ കമ്പോണന്റ് 2 മാത്രം ഉള്ളപ്പോഴുള്ള വേപ്പർ പ്രഷർ, അതാണ് P20. P1 P2 എന്താണെന്ന് കണ്ടു. പാർഷ്യൽ പ്രഷർ ഓഫ് സോൾവെന്റ്, പാർഷ്യൽ പ്രഷർ ഓഫ് സൊല്യൂട്ട്. അപ്പോൾ നമുക്ക് ഇതാണ് റോൾസ് ലോയുടെ ഒരു എക്സ്പ്രഷൻ. ഇതാണ് റോൾസ് ലോ, ഇതും റോൾസ് ലോ തന്നെയാണ്. അപ്പോൾ എന്താണ് റോൾസ് ലോ? അപ്പോൾ റോൾസ് ലോ പറയുന്നതിനായിട്ട് നമുക്ക് ഈ എക്സ്പ്രഷനെ ഇങ്ങനെ എഴുതാം: P1 പ്രൊപ്പോർഷണൽ ടു x1 and P2 proportional to x2 since P10 and P20 are constants. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ റോൾസ് ലോയിലേക്ക് എത്തുക. റോൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറയും. എങ്ങനെയാണ് റോൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്? പാർഷ്യൽ പ്രഷർ ഓഫ് a component will be proportional to its small fraction in the solution if the component is volatile, and partial pressure of component 2 will be proportional to its small fraction when that component is also volatile. And when we apply this P1 and P2 in the above equation, we get P10 x1 plus P20 x2 will be P total. This is റോൾസ് ലോ. റോൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഈ റോൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇക്വേഷൻ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു ചെറിയ മാറ്റം കൂടി വരുത്തതില്ല. അതായത് നമുക്കറിയാം സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻസ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ഇൻ എ സൊല്യൂഷൻ വിൽ ബി ഓൾവേസ് യൂണിറ്റി. ഇവിടെ ആകെ 2 കമ്പോണന്റേ ഉള്ളൂ, 1 and 2. അതായത് മോൾ ഫ്രാക്ഷന്റെ തുക എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? x1 വിൽ ബി ഈക്വൽ ടു 1 മൈനസ് x2 അല്ലെ. x1 പ്ലസ് x2 1 ആണെങ്കിൽ x1 1 മൈനസ് x2 ആണ്. ഈ 1 മൈനസ് x2 എന്നുള്ളത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ x1 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് x2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് x2 എന്ന് റെപ്രസെന്റ് ചെയ്താൽ എന്ത് കിട്ടും? P total will be equal to P10 minus P10 into x2 plus P20 into x2. ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? P total equal to P10 plus x2 into കോമൺ ഫാക്ടർ x2 പുറത്തേക്ക് എടുത്താൽ P20 minus P10. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഈ എക്സ്പ്രഷനിൽ എന്താണ് കാണുന്നത്? ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദി സൊല്യൂഷൻ ക്യാൻ ബി റിലേറ്റഡ് ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ കമ്പോണന്റ്. ഏതെങ്കിലും ഒരു കമ്പോണന്റ് ടേംസിൽ ടോട്ടൽ വേപ്പർ പ്രഷർ റെപ്രസെന്റ് ചെയ്താണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ ആവശ്യമുണ്ടാവും. പ്യുവർ കമ്പോണന്റ് 1 and 2 ഇതിന്റെ വേപ്പർ പ്രഷർ തരും. 1 ഓഫ് ദി കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ട് P ടോട്ടൽ കാണാനുള്ള പ്രോബ്ലംസ് ചോദിച്ചാൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് റോൾസ് ലോ, ഇതാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. അപ്പോൾ റോൾസ് ലോയുടെ താഴെ നമ്മൾ സൊല്യൂട്ട് 2 വൊളറ്റൈൽ എഴുതിയിട്ടുണ്ട്. അതായത് സൊല്യൂട്ടിനെ 2 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പോൾ. അതുപോലെ ഇത് വൊളറ്റൈൽ സൊല്യൂട്ടാണ്. നോൺ വോൾട്ടേജ് സൊല്യൂട്ട് വരുന്ന റോൾസ് ലോ നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം ഇപ്പോൾ വീണ്ടും പറയുന്നത് സൊല്യൂട്ട് ഈസ് വോളറ്റൈൽ എന്നുള്ളത്. അതായത് നമ്മുടെ ഇപ്പോൾ പഠിച്ച റോൾസ് ലോയിൽ സൊല്യൂട്ടും സോൾവെന്റും വോളറ്റൈലാണ്. സോൾവെന്റ് എല്ലായ്പ്പോഴും വോളറ്റൈൽ ആയിരിക്കും, അടുത്ത ലോയിലും വോളറ്റൈൽ തന്നെയാണ്. പക്ഷെ സൊല്യൂട്ട് അടുത്ത റോൾസ് ലോ പറയുമ്പോൾ നോൺ വോളറ്റൈൽ ആയിട്ടാണ് പറയുക. പിന്നെ നമുക്ക് റെപ്രസെന്റേഷനിൽ ഗ്രാഫ് വരയ്ക്കുന്നതിലേക്ക് വരാം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ റോൾസ് ലോയുടെ ഇക്വേഷൻസ് ആണ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് റോൾസ് ലോയുടെ ഇക്വേഷൻസ്? അതായത് P1 ഈക്വൽ ടു P10 ഇൻറ്റു x1, സോൾവെന്റിന്റെ പാർഷ്യൽ പ്രഷർ P10 ഇൻറ്റു x1, അതുപോലെ സൊല്യൂട്ട് P2ന്റെ പാർഷ്യൽ പ്രഷർ P20 ഇൻറ്റു x2 എന്ന് റെപ്രസെന്റ് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. അതുപോലെ P ടോട്ടൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞത്? P1 പ്ലസ് P2 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും.
ഇതാണ് നമ്മുടെ റോൾസ് ലോയുടെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ്. The two liquids are volatile. ഇനി ഈ ഓരോ ഇക്വേഷൻസാണ് നമ്മൾ ഗ്രാഫിൽ വരച്ച് കാണിക്കുക. അപ്പോൾ അതിന് നമ്മൾ എക്സ് ആക്സിസിൽ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ എക്സ് ആക്സിലും വൈ ആക്സിസിലും ഓരോ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ ആണ് എടുക്കുന്നത്, വൈ ആക്സിസിൽ എന്താണ് വേപ്പർ പ്രഷറാണ് എടുക്കുന്നത്. അങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തിൻ്റെ ഗ്രാഫ് വരയ്ക്കുക? എന്താ P2 = P20 × x2 എന്നുള്ളതിൻ്റെ ഗ്രാഫാണ് ഫസ്റ്റ് വരയ്ക്കുക. P2 = P20 × x2 എന്ന് കാണിക്കുന്ന ഇക്വേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫസ്റ്റ് വരയ്ക്കുന്നത്. അതിനുശേഷം ബാക്കി രണ്ടും വരയ്ക്കും. അപ്പോൾ P2 = x2 ഈ ഇക്വേഷൻ വരയ്ക്കാനായിട്ട്, ഈ ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ ഇവിടെ ഇതാണ് x2 = 0 എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2 0 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2 1 ആകുന്ന പോയിന്റ് ഇതാണ് ഈ അറ്റത്ത്. അതായത് 2 എന്നുള്ള കമ്പോണൻറ്റ് മോൾ ഫ്രാക്ഷൻ 1 ആണെന്ന് പറഞ്ഞാൽ അതിൽ 2 മാത്രമേ ഉള്ളൂ. പ്യുവർ കമ്പോണൻറ്റ് 2 മോൾ ഫ്രാക്ഷൻ എന്നാണ് എൻ്റെ അർത്ഥം. കാരണം രണ്ടും കൂടി കൂട്ടിയാൽ 1 ആണ്. അപ്പോൾ ഒന്ന് തന്നെ 1 ആണെങ്കിൽ മറ്റേ കമ്പോണൻറ്റ് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്, ഒറിജിനിൽ തുടങ്ങുകയാണ്. ഒറിജിനിൽ അതായത് ബേസിക്കലി MX എന്നുള്ള ഫോം ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ അത് ഒറിജിനിൽ കൂടെ പോകും. ഒറിജിനിൽ കൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? x2ൻ്റെ അളവ് അങ്ങോട്ട് പോകുന്നതും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? along the x axis x2 കൂടി വരുന്നുണ്ട്. 0ൽ നിന്ന് 1ലേക്ക് എത്തി. അപ്പോൾ വേപ്പർ പ്രഷർ എന്താ സംഭവിക്കുക? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണല്ലോ. വേപ്പർ പ്രഷർ P2 ഈസ് പ്രൊപ്പോർഷണൽ ടു x2. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് പ്രൊപ്പോർഷനുള്ള ഗ്രാഫ് ഇതാണ്. P2ൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടി അല്ലേ? x2 കൂടുന്തോറും വേപ്പർ പ്രഷറും കൂടുന്നു. ഇതാണ് നമ്മുടെ P2ൻ്റെ ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ. ഇത് P2 = P20 × x2 എന്നുള്ള ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഗ്രാഫ് വരയ്ക്കാം. എന്താണത്? ഈ P1 = P10 × x1 എന്നുള്ള ഇക്വേഷൻ്റെ ഗ്രാഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ x1 = 0 എന്ന് തുടങ്ങി. അപ്പോൾ ഇവിടെ x1 = 1 ആയിരിക്കും. അപ്പോൾ 0 ഏതാണോ അവിടെ നിന്നാണ് വരച്ചു തുടങ്ങുക. അപ്പോൾ P1ൻ്റെ ഗ്രാഫ് വരയ്ക്കെങ്കിൽ x1 0ൽ തുടങ്ങണം. ഇനി P2ൻ്റെ ഗ്രാഫ് x2 0ൽ തുടങ്ങണം. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെയാണ് x1 തീരെ ഇല്ലാത്തത്, അതാണ് ഒറിജിൻ. അത് കഴിഞ്ഞിട്ട് x1 = 1 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്യുവർ കമ്പോണൻറ്റ് 1 മാത്രമായി മാറി. അതായത് പ്യുവർ കമ്പോണൻറ്റ് P10 എന്നുള്ള വാല്യൂ അവിടെ നിന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയില്ലേ? ഇങ്ങനൊരു ഗ്രാഫ് കിട്ടി. എന്താണ് ഈ ഗ്രാഫിൻ്റെ അർത്ഥം? x1ൻ്റെ അളവ് കൂടുന്തോറും വേപ്പർ പ്രഷറും കൂടുന്നുണ്ട്. അപ്പോൾ ഇത് P1ൻ്റെ ഗ്രാഫാണ്. അതായത് P1 = P10 × x1 എന്നുള്ളതിൻ്റെ ഗ്രാഫാണ് വരച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? P ടോട്ടലിൻ്റെ ഗ്രാഫ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ആ പോയിന്റുകൾ? x1 = 1 എന്ന് കാണിക്കുന്ന പോയിന്റ് ഇത് പ്യുവർ കമ്പോണൻറ്റ് 1 മാത്രമുള്ളപ്പോഴുള്ള വേപ്പർ പ്രഷർ, അതായത് P10. അപ്പുറത്ത് എന്തായിരിക്കും? പ്യുവർ കമ്പോണൻറ്റ് 2 മാത്രമുള്ളപ്പോഴുള്ള വേപ്പർ പ്രഷർ, അതായത് അവിടെ x2 = 1 ആണ്. അപ്പോൾ പ്യുവർ കമ്പോണൻറ്റ് 2 മാത്രമുള്ള വേപ്പർ പ്രഷർ P20. അങ്ങനെ കിട്ടി. ഇനി നമുക്ക് P ടോട്ടലിൻ്റെ എക്സ്പ്രഷൻ കിട്ടാനായിട്ട്, ഈ നമ്മുടെ ഇക്വേഷൻ ഗ്രാഫ് കിട്ടാനായിട്ട് ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ P ടോട്ടൽ = P1 + P2ൻ്റെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ P1 P2 ഏകദേശം ഒരു ലെവലിലാണ്. P2 കുറച്ച് ഉയർന്നു നിൽക്കുന്നുണ്ട്. അതെന്താ കാണിക്കുന്നത്? സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് മോർ വോളറ്റൈൽ എന്നാണ് കാണിക്കുന്നത്. ഇനി തിരിച്ചും വരയ്ക്കാൻ വേണമെങ്കിൽ P1 ആണോ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അത് കാണിക്കുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് മോർ വോളറ്റൈൽ. ഇനി ഒരേ ലെവലിലാണെങ്കിൽ ഒരുപോലെ വോളറ്റൈലാണ് രണ്ടെന്നാണ് അർത്ഥം. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റോൾസ് ലോ. ഇപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ഈ പോയിന്റ് P10, ആ പോയിന്റ് P20. അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അതായത് x1 = 1 ആണെങ്കിൽ അവിടെ വരുന്ന പാർഷ്യൽ പ്രഷർ 1 എന്നുള്ള കമ്പോണൻറ്റ് പാർഷ്യൽ പ്രഷറാണ് പ്യുവർ കമ്പോണൻറ്റിൻ്റെ, അത് P10. ഇനി x2 = 1 വരുന്നതിന് മുകളിൽ വരുന്നത് P20, പ്യുവർ കമ്പോണൻറ്റ് 2ൻ്റെ പാർഷ്യൽ പ്രഷർ, വേപ്പർ പ്രഷർ ആയിരിക്കും. ഇനി x2 = 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് P2ൻ്റെ ഗ്രാഫും x1 = 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് P1ൻ്റെ ഗ്രാഫും ആയിരിക്കും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അത് വരയ്ക്കുമ്പോൾ. ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് പറയുന്നത്. A and B, 2 gases, non-reacting gases, placed in this vessel, volume V and temperature T. Then according to Dalton's law of partial pressure, we can write P total = PA plus PB, partial pressure of A plus partial pressure of B. ഇതാണ് നമ്മൾ ഡാൽട്ടൺസ് ലോയിൽ പറഞ്ഞത്. ഇനി ഡാൽട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി കണ്ടിരുന്നു. എന്തായിരുന്നു? എങ്ങനെയാണ് ഈ PA ആൻഡ് PP കാൽക്കുലേറ്റ് ചെയ്യുക? പാർഷ്യൽ പ്രഷർ ഓഫ് A
പാർഷ്യൽ പ്രഷർ ഓഫ് ബി. ഈ ഗ്യാസ് എയുടെ പാർഷ്യൽ പ്രഷർ, ഇത് എ എന്നുള്ള ഗ്യാസാണ്, ഇത് ബി എന്നുള്ള ഗ്യാസാണ്. ഇപ്പോൾ എ ഗ്യാസ് അല്ലെങ്കിൽ ബി ഗ്യാസിൻ്റെയൊക്കെ പാർഷ്യൽ പ്രഷർ എങ്ങനെ കാണുന്നു കൂടി ഡാൽട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് പാർഷ്യൽ പ്രഷർ ഓഫ് എ കണ്ടുപിടിക്കുക? പാർഷ്യൽ പ്രഷർ ഓഫ് എ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ പ്രഷറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ്, ഇത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ പി ബി ആണ് കണ്ടതെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പി ബി ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദിസ് ഗ്യാസ് ബി എക്സ് ബി. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഈ റിലേഷൻ നമ്മളിനി അടുത്ത ടോപ്പിക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ക്ലിയർ ആക്കിയിരുന്നു. അപ്പോൾ എഥനോളും വാട്ടറും കൂടിയുള്ള ഒരു ലിക്വിഡ് സൊല്യൂഷൻ നമ്മുടെ ബീക്കറിലുണ്ട്. നമ്മൾ റോൾസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുത്ത അതേ ബീക്കറാണത്. രണ്ടും വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ രണ്ട് വേപ്പേഴ്സും ഇതിന് മുകളിലുണ്ടാവും. അതായത് വാട്ടറിൻ്റെ വേപ്പേഴ്സ് ഉണ്ടാവും, എഥനോളിൻ്റെ വേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് ഈ വേപ്പറിൽ രണ്ട് വേപ്പേഴ്സ് ഉണ്ടല്ലോ, ആ വേപ്പറിൽ ഓരോ കമ്പൗണ്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ എത്ര എന്നുള്ള കണ്ടുപിടിക്കാനുള്ളൊരു വഴിയാണ്. ഓരോ കമ്പൗണ്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ അറിയാനായിട്ട് നമുക്ക് എഥനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ, വേപ്പർ ഫേസുള്ള മോൾ ഫ്രാക്ഷൻ Y2 എന്ന് കൊടുത്തു. വാട്ടർ വേപ്പറിൻ്റെ മോൾ ഫ്രാക്ഷൻ Y1 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇത് മുമ്പ് നമ്മൾ കണ്ട X1 X2 എന്ന് എന്താണ് വ്യത്യാസമുള്ളത്? ഈ X1 X2 എന്നുള്ള നമ്മൾ റോൾസ് ലോയിൽ പറഞ്ഞ മോൾ ഫ്രാക്ഷൻ അത് സൊല്യൂഷനിൽ വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷൻ അതുപോലെ എഥനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ ആയിരുന്നു. ഇനി Y1 Y2 എന്ന് പറഞ്ഞാൽ വേപ്പർ ഫേസിൽ ഓരോന്നും എത്ര മോൾ ഫ്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് വേപ്പർ ഫേസിൽ. ഇപ്പോൾ മിക്സർ ഓഫ് ടു നോൺ റിയാക്ടിങ് ഗ്യാസസ് ആണെങ്കിൽ നമുക്ക് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്യാം. ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ പറയുന്നുണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് വിൽ ബി ഒബ്റ്റെയിൻഡ് ബൈ പി ടോട്ടൽ മൾട്ടിപ്ലൈങ് പി ടോട്ടൽ വിത്ത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? P1 = P total into Y1. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഒരു ഫസ്റ്റ് കമ്പോണൻറ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഇൻ ദ ഗ്യാസ് സ്റ്റേറ്റ്. അതുപോലെ P2 ആണ് കാണുന്നതെങ്കിൽ P total ഇൻറ്റു Y2. Y2 മീൻസ് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2 ഇൻ ദ വേപ്പർ ഫേസ്. ഡാൽട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് Y1 കാണണമെങ്കിൽ P1/P total വെച്ച് കാണാം, അല്ല Y2 ആണ് കണ്ടതെങ്കിൽ P2/P total വെച്ച് കാണാം. ഇങ്ങനെ ഇത്തരത്തിൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ ദ വേപ്പർ ഫേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്തരത്തിലാണ് കാണുന്നത്. റോൾസ് ലോയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹെൻറീസ് ലോയും തമ്മിലുള്ള ഒരു കോറിലേഷനാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അതിന് രണ്ടിൻ്റെയും എക്സ്പ്രഷൻ എഴുതി വെക്കാം. അപ്പോൾ റോൾസ് ലോ നമ്മൾ പറഞ്ഞു P1 = P10 ഇൻറ്റു X1. ഇതാണ് റോൾസ് ലോയുടെ എക്സ്പ്രഷൻ. ഈ 1, 2 എന്നുള്ള കമ്പോണൻസിനെ ജനറലൈസ് ചെയ്ത് നമ്മൾ I എന്ന് കൊടുത്തു. I അത് 1 ആവാം 2 ആവാം, കമ്പോണൻറ്റ് ഏതും ആവാം. അപ്പോൾ PI = PI0 ഇൻറ്റു XI കിട്ടി. ഇനി ഹെൻറീസ് ലോ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹെൻറീസ് ലോ എന്തായിരുന്നു? ഹെൻറീസ് ലോ പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു KH ഇൻറ്റു X മോൾ ഫ്രാക്ഷൻ. ഒരു ഇക്വേഷനാണ് പഠിച്ചത്. അപ്പോൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് റോൾസ് ലോയും ഹെൻറീസ് ലോയും ഒരുപോലെയാണ്. ആകെ ഒരു കാര്യത്തിൽ ഡിഫറൻസ് ഉള്ളൂ. എന്തിനാണ്? ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ PI0 ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എങ്കിൽ ഇവിടെ KH ആണ് കോൺസ്റ്റന്റ്. ഇത് പാർഷ്യൽ പ്രഷർ, ഇവിടെയും പാർഷ്യൽ പ്രഷർ, ഇവിടെ മോൾ ഫ്രാക്ഷൻ, ഇവിടെയും മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? റോൾസ് ലോ ബിക്കംസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ ഇൻ വിച്ച് ദ KH ബിക്കംസ് ഈക്വൽ ടു PI0. KH PI0 ആകുമ്പോൾ ഉള്ള റോൾസ് ലോ ആണ് ഹെൻറീസ് ലോ എന്ന് മനസ്സിലായി. ഇതാണ് ഹെൻറീസ് ലോയും റോൾസ് ലോയും തമ്മിലുള്ള കോറിലേഷൻ. അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് എന്താണ് റോൾസ് ലോ. എപ്പോഴുള്ള റോൾസ് ലോ ആണ്? സൊല്യൂട്ട് ഈസ് നോൺ വോളറ്റൈൽ. സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആകുമ്പോഴുള്ള റോൾസ് ലോ. അത് നമുക്ക് വീണ്ടും എക്സാമ്പിൾ എടുക്കാം. ഇതിൽ വാട്ടർ ഉണ്ട്, ഇതാണ് സോൾവെൻറ്റ്. 1 എന്നുള്ള സോൾവെൻ്റ് ആണ്, വാട്ടറാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ എന്തിട്ടു? ഒരു സൊല്യൂട്ട് ഇട്ടു. അപ്പോൾ ആദ്യം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ഈ സൊല്യൂട്ട് എന്താണ്? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടാണ് ഇട്ടത്. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് 2 എന്നുള്ള സൊല്യൂട്ട് തന്നെയാണ്, പക്ഷെ നോൺ വോളറ്റൈൽ ആണ്. ഒരു ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഇട്ടു വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇട്ടു, യൂറിയ ഇട്ടു. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടുകളാണ് ഈ പറഞ്ഞത്.
ഇപ്പോൾ നോൺ വാട്ടർ സൊല്യൂട്ടാണ്. ഇപ്പോൾ വാട്ടർ ഇതിനകത്ത് ലിക്വിഡ് വാട്ടറാണ്, അതിന് സർഫസിലൊക്കെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, അതിങ്ങനെ വേപ്പറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വേപ്പർ ഉണ്ട്, വാട്ടറിൻ്റെ വേപ്പർ ഉണ്ട്, ഇവിടെയൊക്കെ മുകളിലുണ്ട്. കാരണം വോളറ്റൈലാണ്. സോൾവെൻ്റ് എപ്പോഴും വോളറ്റൈലായിരിക്കും ഞാൻ പറഞ്ഞു. സോൾവെൻ്റ് എപ്പോഴും വോളറ്റൈൽ നേച്ചറിലായിരിക്കും. സൊല്യൂട്ടാണ് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏത് സ്വഭാവത്തിലേക്ക് മാറി സൊല്യൂട്ട്? നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. അപ്പോൾ ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഏതാണ്? ഇപ്പോൾ ഇവിടെ ഉപ്പ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. NaCl മോളിക്യൂൾസ് ഇവിടെ കിടക്കുന്നുണ്ട്, വാട്ടറിൻ്റെ മോളിക്യൂൾസിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസ് ഇവിടെ ആദ്യം വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഈ സർഫസിൽ വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോഡിയം ക്ലോറൈഡ് ഇടുന്നതിന് മുൻപ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്നുള്ള നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസ് ഈ സർഫസിൽ ചില സ്ഥലങ്ങളിൽ വാട്ടർ ഇരിക്കേണ്ട സ്ഥലത്ത് കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്ത് ചെയ്യും? ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് മുകളിലേക്ക് വേപ്പറൈസ് ചെയ്ത് പോകാനും പറ്റില്ല, പക്ഷെ പോയിക്കൊണ്ടിരുന്ന വാട്ടർ വേപ്പറിനെ അവിടെ തടസ്സം വരികയും ചെയ്യും, അല്ലേ? വേപ്പർ പ്രഷർ ഓഫ് ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ വിൽ ബി ദെയർഫോർ ലോവർ. എന്താണ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ലോവർ ആവാനുള്ള കാരണം? എപ്പോഴാണ് ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ വെള്ളം മാത്രമുള്ള വേപ്പർ പ്രഷറിനേക്കാൾ ഇപ്പോൾ കുറഞ്ഞു പോയി. സോഡിയം ക്ലോറൈഡ് ഉള്ള വെള്ളത്തിലെ വേപ്പർ പ്രഷർ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയി കഴിഞ്ഞപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു. എങ്ങനെയാണ് കുറഞ്ഞത്? ഈ സോഡിയം ക്ലോറൈഡ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയതുകൊണ്ട് ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സർഫസിൽ വന്നിട്ട് വാട്ടർ മോളിക്യൂൾസിന് വേപ്പർ ആവാനുള്ളതിന് തടസ്സം നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറയാം നമുക്ക്? നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് പാസിംഗ് ഇൻടു ദ വേപ്പർ ഫേസ് ഡിക്രീസസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. Therefore, total vapor pressure decreases. ഇതാണ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആകുമ്പോഴുള്ള കേസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റോൾസ് ലോ എങ്ങനെ എഴുതാം? P1 ഈക്വൽ ടു P10 ഇൻറ്റു X1 നമുക്ക് എഴുതാം. എന്തുകൊണ്ടാണ്? 1 എന്ന് പറഞ്ഞ സോൾവെൻ്റ് ആണ്, വോളറ്റൈലാണ്. അപ്പോൾ P1 ഈക്വൽ ടു P10 ഇൻറ്റു X1. ഇനി നമുക്ക് P2, അതായത് NaCl ആണ് സൊല്യൂട്ട്. P2 വെച്ച് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം പാർഷ്യൽ പ്രഷർ ഓഫ് 2 ഉണ്ടാവില്ല, കാരണം മുകളിൽ വേപ്പർ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ പ്രഷർ ഉണ്ടാക്കുക? 2ന് വേപ്പറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. അപ്പോൾ P2 എന്നൊരു ടേം ഈ കേസിൽ വരുന്നില്ല, റോൾസ് ലോയുടെ ഈ ഇക്വേഷനിൽ വരുന്നില്ല. സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ P1 മാത്രമേ ഉണ്ടാവുള്ളൂ ഇക്വേഷനിൽ. അപ്പോൾ ദാറ്റ് വിൽ ബി ദാറ്റ് ഈസ് P ടോട്ടൽ. അപ്പോൾ എന്തായിരിക്കും? P ടോട്ടൽ വിൽ ബി P1 പ്ലസ് P2 ഇല്ല, 2 ഇല്ല. അപ്പോൾ P ടോട്ടൽ P1 ഈക്വൽ ടു P10 ഇൻറ്റു X1. ഇതാണ് റോൾസ് ലോയുടെ സെക്കൻഡ് കേസ്, അതായത് സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആകുമ്പോഴുള്ള കേസ്. സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആകുമ്പോൾ വേപ്പർ പ്രഷറിന് കുറവ് സംഭവിക്കും, കാരണം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈ സോൾവെന്റിനെ വേപ്പർ ആവുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട്. അതാണ് കാരണം. സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആകുമ്പോഴുള്ള റോൾസ് ലോയുടെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റോൾസ് ലോ വെൻ ദ സൊല്യൂട്ട് ഈസ് നോൺ വോളറ്റൈൽ. ആദ്യത്തെ പോലെ തന്നെ നമുക്ക് സിമ്പിളാക്കി തന്നെ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ എടുക്കാം. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. വൈ ആക്സിസിൽ ഏതായിരുന്നു ആദ്യം റെപ്രസെൻറ്റ് ചെയ്തത്? വേപ്പർ പ്രഷർ എന്നായിരുന്നു വൈ ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്തത്, അല്ലേ? ഇനി ഇവിടെ എന്ത് ചെയ്യാം? സോൾവെൻറ്റ്, കാരണം ഇവിടെ നമ്മൾ സോൾവെൻറ്റ് മാത്രമേ വേപ്പറിൽ വരുന്നുള്ളൂ, അപ്പോൾ സോൾവെൻറ്റ് മാത്രം എടുക്കേണ്ട ആവശ്യമില്ല. സോൾവെൻറ്റ് മോൾ ഫ്രാക്ഷനാണ് എക്സ് ആക്സിസിൽ. ഇവിടെ സോൾവെൻറ്റ് 0 ആയിരുന്നു മോൾ ഫ്രാക്ഷൻ. ഇവിടെ എത്തിയപ്പോൾ സോൾവെൻറ്റ് മോൾ ഫ്രാക്ഷൻ 1 ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം ഗ്രാഫ്? ഇതാ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. നമ്മൾ ആദ്യം P1ൻ്റെ ഗ്രാഫ് വരച്ച് വരും. ഇത് P1 ആണ്, അതായത് P1 ആണ്, P ടോട്ടലും ആണ്, അല്ലേ? P1 മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് P ടോട്ടൽ ഇട്ട് P1 ഗ്രാഫ് കിട്ടി. ഇനിയിപ്പോൾ P2 എന്നൊരു ഗ്രാഫ് ഉണ്ടാവില്ല, സ്ട്രേറ്റ് ആയിട്ട് ഉണ്ടാവില്ല, കാരണം P2ന് വേപ്പർ ആവാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഗ്രാഫ് വരയ്ക്കാൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 1, സോൾവെൻ്റ് ആണ് ഇവിടെ 0യും 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കമ്പോണൻറ്റ് ഉണ്ടെങ്കിലും അത് വോളറ്റൈൽ അല്ലാത്തതുകൊണ്ട് അതിൽ പാർഷ്യൽ പ്രഷറിലൊന്നും വരുന്നില്ല. ഇതാണ് സൊല്യൂട്ട് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ടുള്ള സൊല്യൂഷൻ്റെ റോൾസ് ലോയുടെ ഗ്രാഫ്. അപ്പോൾ നമുക്ക് റോൾസ് ലോ 2 കേസിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ് റോൾസ് ലോ? സൊല്യൂട്ട് വോളറ്റൈൽ ആവുന്ന കേസിലുള്ള റോൾസ് ലോ ഉണ്ട്, അതുപോലെ സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള കേസിൽ വരുന്ന റോൾസ് ലോ ഉണ്ട്. 2 തരത്തിൽ വരുന്നുണ്ട്. സൊല്യൂട്ട് വോളറ്റൈൽ ആണെങ്കിൽ, സോൾവെന്റ് ഓൾറെഡി വോളറ്റൈൽ ആണ് 2 കേസിലും, അതുകൊണ്ട് ഇവിടെ P1 ഈക്വൽ ടു P10 ഇൻറ്റു X1, P2 ഈക്വൽ ടു P20 ഇൻറ്റു X2, P ടോട്ടൽ ഈക്വൽ ടു P1 പ്ലസ് P2 എന്നൊക്കെ വരും എക്സ്പ്രഷൻസ്. അതിൻ്റെ ഗ്രാഫൊക്കെ വരയ്ക്കുന്നത് ഓർമ്മ വരുന്നുണ്ട്. 3 സ്ട്രേറ്റ് ലൈൻസ് വരയ്ക്കാനുണ്ടാവും, 3 ഇക്വേഷൻ്റെയും ഗ്രാഫ് വരയ്ക്കാനുണ്ടാവും ഒരേ ഗ്രാഫിൽ തന്നെ. ഇനി സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ ആകെ P1 ഈക്വൽ ടു P10 ഇൻറ്റു X1 എന്നുള്ള എക്സ്പ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തന്നെയായിരിക്കും P ടോട്ടൽ, കാരണം P2 ഇല്ല.
ഇതാണ് സെക്കൻഡ് കേസ്, അതായത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് വരുമ്പോഴുള്ള റോൾസ് ലോ. ഇതിന്റെ ഗ്രാഫ് ആകെ ഒരു ലൈൻ ഉണ്ടാവുള്ളൂ, ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് P1ന്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, സോൾവെന്റിന്റെ ലൈൻ ആയിരിക്കും. ഇതാണ് റോൾസ് ലോയുടെ രണ്ട് ഫോംസ്. അപ്പോൾ നമുക്കിനി ജനറലൈസ് ചെയ്ത് റോൾസ് ലോനെ എങ്ങനെ പറയാം? അതായത് വോളറ്റൈൽ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് പാർഷ്യൽ പ്രഷർ ആയിട്ടുള്ള റിലേഷൻ ഉള്ളൂ. വോളറ്റൈൽ കമ്പോണന്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ വരുന്നില്ല, അല്ല. ഇത് വോളറ്റൈൽ ആണ് 1, അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇങ്ങനെ ഒരു റിലേഷൻ വന്നത്, ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ റിലേഷൻ വന്നത്. നോൺ വോളറ്റൈൽ ആണെങ്കിൽ അത് വരുന്നില്ല. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് എങ്ങനെ പറയാം? പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് വോളറ്റൈൽ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അല്ലെ, വോളറ്റൈൽ കമ്പോണന്റ് ചേർത്താൽ മതി. അപ്പോൾ രണ്ട് കേസിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയി കഴിഞ്ഞു. അതാണ് ജനറലൈസ് ചെയ്യാൻ തന്നെ. സൊല്യൂട്ട് വോളറ്റൈൽ ആവുമ്പോഴതും സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആവുമ്പോൾ ഒരുമിച്ച് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ എങ്ങനെ പറയാം? അക്കോർഡിംഗ് ടു റോൾസ് ലോ, the partial vapor pressure of each volatile component in the solution is directly proportional to its mole fraction. അതായത് വോളറ്റൈൽ കമ്പോണന്റ് എന്നുള്ള ഒരു വേർഡ് ചേർത്താൽ മതി. ഇതാണ് റോൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റും ഗ്രാഫ്, അതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ റോൾസ് ലോ എന്താണെന്ന് മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ റോൾസ് ലോ ഒബേ ചെയ്യുന്ന ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. താങ്ക് യു.